ഹായ് ഫ്രണ്ട്സ്, നമ്മ വേണ്ടിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ കായംകുളത്തെ ചേച്ചിയുടെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ എല്ലാം ഉണ്ടാക്കി തരികയും ഒക്കെ ചെയ്യുന്ന ആ ചേച്ചിക്ക് സുഖമില്ല കേട്ടോ. ഒന്ന് തെറ്റി വീണു കസേരയിൽ നിന്ന്. അങ്ങനെ കൈ ഒടിഞ്ഞു, പൊട്ടലുണ്ട്, പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. മുഖത്തൊക്കെ നല്ല മുറിവും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോകാം. അപ്പോൾ അതാ ഇന്ന് ഞാൻ ഇവർക്ക് എല്ലാവർക്കും കൂടി ചേർത്ത് മധുരക്കിഴങ്ങ് വാങ്ങിക്കൊണ്ടുവന്ന് വേണ്ട നല്ല നല്ല കിഴങ്ങ് കേട്ടോ. ആദ്യം ഇത് പുഴുങ്ങി കട്ടനൂട്ടൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. ചേച്ചി എപ്പോഴും നല്ലോണം നമ്മളെ നോക്കുന്നതാണ്. ഇവിടെ വരുമ്പോഴേ അതൊരു വിഷമമായി കേട്ടോ. അത് ആ വിഷമം സന്തോഷം മാത്രം നിങ്ങളോട് പങ്കുവെച്ചാൽ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ചേച്ചിയെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് നല്ലോണം കഴുകണം കേട്ടോ. ഇതിൽ നല്ല ചെടിയും മണ്ണും പൊടിയൊക്കെ ഉണ്ട്. നല്ല പോഷകമുള്ള സാധനമാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഡോക്ടർമാരൊക്കെ. നമ്മുടെ ക്യാൻസർ സെല്ലിനെയൊക്കെ നശിപ്പിക്കുന്നതിനെ പറയുന്നുണ്ട്. പിന്നെ യുവത്വം നിലനിർത്തുമെന്ന്. നമുക്ക് ഒത്തിരി പോഷകങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞത്. പണ്ടൊക്കെ എൻ്റെ അമ്മമാരൊക്കെ ആകുമ്പോൾ ഇത് വയറുവേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഈ ഞങ്ങൾ പക്ഷേ എനിക്കിഷ്ടമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പുതിയ ഇത് വന്നിട്ട് ഇത് ഭയങ്കര നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ ഇത് പല രീതിയിൽ ഇതിനെ നമുക്ക് ചിപ്സ് ആക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ചിപ്സ് ആക്കാൻ പറ്റും. ഇതിനെ ഇങ്ങനെ പുഴുങ്ങി കുരുമുളകും കൂട്ടി തിന്നാൻ പറ്റും. പിന്നെ നമുക്ക് ഉടച്ച് കറിയായിട്ട് വയ്ക്കാൻ പറ്റും, അവിയലായിട്ട് വയ്ക്കാം, ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഇതിനെ വേവിച്ച് പൊടിച്ച് നമുക്ക് ഇലയപ്പം പോലെ അതിനകത്ത് തുറു വെച്ച് ഉണ്ടാക്കാം. പിന്നെ ഇതിൽ എന്താ പറയുക, ബോണ്ട അതുപോലെ ഉണ്ടാക്കാം. ഒത്തിരി സാധനങ്ങൾ ഇപ്പോൾ ഇതിലുണ്ടാക്കാം കേട്ടോ. ഞാൻ കുറേ ഓരോന്നോരോന്നായിട്ട് ഇട്ട് തരാം കേട്ടോ. ആദ്യം നമുക്കിപ്പോൾ നമുക്കിവിടെ ഒരു വയ്യായികയുടെ പുറത്ത് ഒന്നും ചെയ്യണമല്ലേ, നമുക്ക് അതൊന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ സമയമില്ല. നമുക്കിപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്കിത് ഇവിടെ അടുപ്പിൽ വെച്ചുണ്ടാക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നാവുകയും ചെയ്യും, നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ അടുപ്പിൽ വെക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നോക്കിയേ, കാണുന്നുണ്ടോ? അതോ എത്ര സ്ഥലങ്ങളിൽ റോഡ് ഇതാ. നമ്മളവിടെ ഇങ്ങനെയല്ലേ, പക്ഷെ ഇത് കണ്ടോ, കാണുന്നുണ്ടോ? എല്ലായിടം തീയിട്ടേക്കിയതാ. ആളുകളെല്ലാം റോഡ് തീർത്ത് ഒക്കെ ആൾക്കാർ തീയിട്ടേക്കുന്നുണ്ടോ. അതൊരു രസം തന്നെ കാണാനായിട്ട്. കണ്ടോ, നല്ലോണം പടർന്ന് കത്തേ. ഈ ഉണക്ക സമയത്ത് ദൈവമേ, പടർന്ന് കത്താതിരുന്ന കൊള്ളാം. ആരും അറിഞ്ഞില്ല ഞാൻ എടുക്കുന്നത്, നമ്മൾ മാത്രം കണ്ടാൽ കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മളിതാ മധുരക്കിഴങ്ങിന് തീ പിടിപ്പിച്ച്. കണ്ടോ ചേച്ചിയുടെ കൈ ഉണ്ടോ? കണ്ടോ, കൈയും പൊട്ടി, തലയ്ക്കൊക്കെ പൊട്ടലുണ്ട്. നല്ല വൃത്തി കിട്ടി. കസേരയിൽ നിന്ന് വീണതാണ് കേട്ടോ. ഇവിടെ ഞാൻ പാചകത്തിന് തീ പിടിച്ചു. അവിടെ കണ്ടില്ല, അത് ഇതുവരെ തീ അണഞ്ഞിട്ടില്ല. കണ്ടോ, ഇന്ന് കത്തുക. സൂക്ഷ്മമൊക്കെ കാണാം കേട്ടോ എല്ലാവർക്കും. കേട്ടോ, നല്ല സെറ്റായി വെന്തിട്ടുണ്ട്. ലേശം ഉപ്പും കൂടെ ഇട്ട് നമുക്കിതിനെ ഇനി കുടഞ്ഞ് മറിച്ച് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അടുപ്പാകുമ്പോഴേ കണ്ടോ, അടുപ്പിൻ്റെ പെട്ടെന്ന് സെറ്റായിട്ടുണ്ട്. ടേസ്റ്റും വേറെയാണ്. അപ്പോൾ നമുക്കിനി കുരുമുളക് പൊടിയോ പിന്നെ മുളക് ചമ്മന്തിയോ എന്താണോ വെച്ച് കഴിക്കാം. കണ്ടോ, നല്ല ചെയ്താണ്. അടിപൊളി സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തരണത് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും ഓരോ പീസ് എടുത്തോളൂ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി, അടിപൊളി വീഡിയോ ആയി വരുന്നതാണ് കേട്ടോ. വീണ്ടും എല്ലാവരും വെയിറ്റ് ആൻഡ് സീ.